ഞാൻ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് തള്ളി പറയുന്നൊന്നുമില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എല്ലാം കറക്റ്റ് ആയിരിക്കും. പക്ഷെ അതിൽ പറയുന്ന കാരണങ്ങളൊന്നും ആനയുടെ മരണത്തിലേക്ക് ലീഡ് ചെയ്യുന്ന കാര്യങ്ങളല്ല. ഇപ്പൊ ടി ബിയുടെ കാര്യം പറയുകയാണെങ്കിൽ കേരളത്തിലുള്ള എല്ലാ നാട്ടാനകൾക്കും ടി ബിയും ബ്ലൈൻഡും ഫുഡ് ഡിസീസും എല്ലാം ഉള്ളതാണ്. അവരൊന്നും മരിക്കുന്നില്ലല്ലോ. എല്ലാം ജീവനോടെ പൂരപ്പറമ്പുകളിൽ നടക്കുകയാണല്ലോ. അപ്പൊ അതുകൊണ്ട് അതൊന്നും ഒരു മരണകാരനായിട്ട് കണക്കാക്കാൻ പറ്റില്ല. പിന്നെ ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൃദയം നിൽക്കുമ്പോഴാണല്ലോ ഏതൊരു മനുഷ്യനും ജീവിയും മരിക്കുന്നത്. ഹൃദയം എന്നാണ് നിൽക്കുന്നത് ആരും അപ്പൊ മരിക്കുകയാണ്. അപ്പൊ ഹൃദയം നിൽക്കാനുണ്ടായ കാരണം എന്താണെന്നുള്ളതാണ്. ടി ബി ഹൃദയം നിൽക്കാനുള്ള കാരണമല്ല. പിന്നെ ബ്ലഡിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ഹൃദയം നിൽക്കേണ്ട കാര്യമില്ല. അപ്പൊ അതിന് ഷൂട്ട് ചെയ്ത സമയത്ത് ആ ഷോട്ട് ലഭിച്ച സമയത്തുള്ള ആ ഒരു ഓവർ സഡേഷനും അതിലുണ്ടായിട്ടുള്ള ഒരു ഫിസിക്കൽ ചേഞ്ചസും കൊണ്ട് ഉണ്ടായിട്ടുള്ള ഷോക്കിലാണ് ആന ഡെത്ത് ആയിരിക്കുന്നത്. അല്ലാതെ ടി ബി വന്നത് കൊണ്ടോ അതിന്റെ കാലിലെ മുഴ പൊട്ടിയത് കൊണ്ടോ സ്വകാര്യ ഭാഗത്തുള്ള പഴുപ്പോ ഒന്നുമല്ല മരണങ്ങൾ. അതായിരിക്കാം. അതുണ്ടെങ്കിലും ആന വർഷങ്ങളോളം ഇനിയും ജീവിക്കും. ചിലപ്പോൾ പഴുപ്പ് ഉണ്ടായാലും അത് ആനയ്ക്ക് തന്നെ ഹീൽ ചെയ്യാൻ പറ്റുന്ന ഒരു സൈഡിലാണ്. മറ്റേ സ്വകാര്യ ഭാഗത്തെ അറിയില്ല. അത് ക്യാപ്ചർ ചെയ്ത് ട്രീറ്റ് ചെയ്യേണ്ടതായിരിക്കും. എന്നാലും ഇത് ഈ രണ്ടു പ്രാവശ്യം ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഈ ഉള്ള ഒരു കാര്യങ്ങളും അറിയാൻ പറ്റിയില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര പ്രശ്നമാണല്ലോ. കർണാടകയ്ക്കും കണ്ടുപിടിക്കാൻ പറ്റിയില്ല, കേരള ഫോറസ്റ്റിനും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അത് വളരെ ഗുരുതരമായ ഒരു വീഴ്ചയാണ്. പിന്നെ അതിന് ഫോറസ്റ്റ് വെറ്റിനറി സർജൻ അവിടെ ഉണ്ട് എന്ന് പറയുന്നു. പക്ഷെ ഡയറക്ട് ചെയ്തത് ബയോളജിസ്റ്റ് ആണ്. സോ ഡോക്ടർ പറയുന്നത് ബയോളജിസ്റ്റ് ഡയറക്ട് ചെയ്താലും കുഴപ്പമില്ല എന്ന് പറയുന്നു. ഇപ്പോ നമ്മുടെ സാധാരണ വെറ്റിനറി ഹോസ്പിറ്റലുകളിൽ പോലും വെറ്റിനറി സർജൻ ആണ് ഐ വിയും ഫ്ലൂയിഡ് എല്ലാം കൊടുക്കുന്നത്. അല്ലെങ്കിൽ പാരാവെറ്റ് എന്ന് പറഞ്ഞാൽ അത്രയും ട്രെയിൻഡ് ആയിട്ടുള്ള പാരാവെറ്റ് ഐ വി കൊടുക്കുന്നുണ്ടായിരിക്കും. എന്നാൽ പോലും സഡേഷൻ ഒരു ആനിമലിന് സർജറിക്ക് മുമ്പ് സഡേഷൻ ഒരിക്കലും പാരാവെറ്റ് കൊടുക്കില്ല. അത് ഡോക്ടർ തന്നെയാണ് കൊടുക്കുന്നത്. വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് പാരാവെറ്റ് കൊണ്ടുവന്ന് ഡോക്ടർ കാൽക്കുലേറ്റ് ചെയ്ത് ഡോക്ടർ തന്നെയാണ് ഇൻജെക്ട് ചെയ്യുന്നത്. അപ്പൊ എന്തുകൊണ്ടും ഇത് ഊതി വിടുക എന്ന് പറഞ്ഞാൽ അതങ്ങനെ വെറുതെ ഊതി വിടല്ല. അത് ഒരു മരുന്നാണല്ലോ. ഹെവിലി ഡോസേജ് ഉള്ള മരുന്നാണ് ഈ കയറ്റി വിടുന്നത്. അപ്പൊ അതിനുള്ള ഇംപ്രഷനും അത് സ്കിന്നിലാണോ വരുന്നത്, മസിലിലാണോ, അത് ബ്ലഡ് സ്ട്രീമിലൊക്കെ ഡയറക്റ്റ് ആണോ ഇൻജെക്ട് ആവുന്നത് എന്നുള്ളതൊക്കെ അതിന്റെ പ്രഷറിനനുസരിച്ചിരിക്കും. അപ്പൊ അതൊരു വെറും ഒരു ബയോളജിസ്റ്റ് വെറ്റിനറി സയൻസിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഒരു മനുഷ്യൻ അത് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് വയലേഷൻ ഓഫ് SOP ആണ്. ഡോക്ടർ അവിടെ നിന്ന് കാഴ്ച കണ്ടിട്ട് കാര്യമില്ല. ഡോക്ടർക്ക് അത് ചെയ്യാനാണ് ഗവൺമെന്റ് ശമ്പളം കൊടുത്ത് അവിടെ നിർത്തിയിരിക്കുന്നത്. വെറ്റിനറി സർജൻ ഓഫ് കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞ ചെറിയ പോസ്റ്റ് ഒന്നും അല്ലല്ലോ. അവർ അത്രയും ശമ്പളം വാങ്ങുന്നുണ്ടെങ്കിൽ അത് ചെയ്യാനായിട്ട് അവർ ബാധ്യസ്ഥരാണ്. ഇതുപോലെ ഒരുപാട് സമയത്ത് ഇതുപോലെ ബയോളജിസ്റ്റുകൾ വെടിവെച്ചിട്ടായിരിക്കും അപ്പൊ ഈ ഡെത്ത് ആയിട്ടുള്ള എല്ലാ അനിമൽസും. കരടി ഡെത്ത് ആയത് പിന്നെ ഡോക്ടർ തന്നെയാണ് ചെയ്തത്. ഡോക്ടർ കൗണ്ടർ അഫിഡവിറ്റ് ഒക്കെ ഫയൽ ചെയ്തിട്ടും നമുക്കത് ചാലഞ്ച് ചെയ്യാൻ പറ്റിയില്ല അത് കോടതിയിൽ. കാരണം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത് വി ആർ വെരി മച്ച് കേപ്പബിൾ. സോ വെരി മച്ച് കേപ്പബിൾ ആയിട്ടുള്ള ഒരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇത്രയും ആനിമൽസിനെ സേവ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് കേപ്പബിൾ ആയിട്ടുള്ള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്നിപ്പോ കൗണ്ടർ അഫിഡവിറ്റ് ബ്രൂണോ ബെഞ്ചിൽ ഫയൽ ചെയ്തിരിക്കുന്നത്. അപ്പൊ വളരെ കൃത്യമായിട്ട് വയലേഷൻസ് SOP 1, 2, 3 എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളതാണ്. അത് എന്തായാലും വരും ദിവസങ്ങളിൽ അതിന് ഹിയറിംഗ് ഉണ്ടായിരിക്കും. അതിന് നല്ലൊരു ഓർഡറും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ ഈ ടി ബി ഒന്നും ഒരിക്കലും മരണകാരനായിട്ടൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഒരു നാട്ടാന പോലും കേരളത്തിൽ ഉണ്ടാവില്ല.